വിദ്വേഷ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് പറഞ്ഞത് സത്യമാണെന്നും സാമൂഹിക നീതി ഉറപ്പാകും വരെ പറയാനുള്ളത് പറയുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇപ്പൊ മലപ്പുറത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ പറഞ്ഞാൽ എന്റെ പിടല് പോട്ടെ. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് പൊള്ളാറുണ്ട്. അത് മലപ്പുറം ഉദ്ദേശം മാത്രമല്ല, എന്തിന്റെ പൊള്ളലാണെന്ന് നമുക്കറിയാം. ഇത് വെള്ളാപ്പള്ളി നടേശന്റെ മാത്രം ഒരു പരാമർശമല്ല. ഇതിനു മുമ്പും പല ആളുകളും മലപ്പുറത്തെ പലതും പറഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം കുറച്ച് മലപ്പുറക്കാരുണ്ട്, അവരോട് തന്നെ ചോദിക്കാം വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പരാമർശത്തെ കുറിച്ച് എന്താ പറയുക. ഇത് ഇന്നൊന്നും തുടങ്ങിയതൊന്നല്ല, വെള്ളാപ്പള്ളിക്കെന്നല്ല, മലപ്പുറത്തെ കുറിച്ച് പറയുന്നവർക്ക് മലപ്പുറം ജില്ലയോടല്ല, അവിടെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിനോടുള്ള ഇഷ്ടക്കുറവാണ് ഈ പറയുന്നത്. ഇപ്പൊ അത് ജില്ലയായി പറയുന്നു. ഫ്യൂച്ചറിൽ അത് ശരിക്കും ഈ മുസ്ലിംസിനോടുള്ള വിരോധമായിട്ട് തന്നെ അവർ പറയും. മലപ്പുറം അല്ല, തൃശ്ശൂരാണ്. എങ്കിലും ഞാൻ പറയണേ, വൈദേശിക ശക്തികൾ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടില് മതസൗഹാർദ്ദത്തിനെതിരെ സംസാരിച്ചിട്ട് പോലും അവർക്ക് അതിന് പറ്റിയിട്ടില്ല. മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ നോക്കിയിട്ട് എന്നിട്ടല്ലേ ഇപ്പൊ എത്ര പോകുന്ന ഒരു വെള്ളാപ്പള്ളി വലിയൊരു സംഭവമാക്കി, ഇയാളെ ഒരു വലിയ സംഭവമാക്കിക്കൊണ്ടിരിക്കും. മലപ്പുറത്തുള്ള ഞങ്ങൾക്ക് ആർക്കും ഇതിനെ കുറിച്ചൊരു പ്രശ്നമില്ല. ഈ വെള്ളാപ്പള്ളിനെ ഒരു മാസം അത് നമ്മുടെ സില്ലിയാണ് സാധനം. അയാളൊരു മാസം മലപ്പുറത്ത് കൊടുത്ത് താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് സാധനം ആള് തിരുത്തി പറയും. ഇത്രേ ഉള്ളൂ മലപ്പുറം. മലപ്പുറത്ത് എന്താ പറയുള്ളത്? മലപ്പുറത്തെ കുറിച്ച് അറിയണമെങ്കിൽ മലപ്പുറത്തുനിന്ന് അവിടെ താമസിക്കുന്നവരോട് ചോദിക്കാം, അവരുടെ അഭിപ്രായം. ജീവിച്ചിട്ട് എന്നിട്ട് വേണമെങ്കിൽ മലപ്പുറത്തിനെ കുറിച്ച്. മലപ്പുറത്ത് വന്ന് താമസിക്കുന്ന അന്യ ജില്ലക്കാരുണ്ട്, ഒരുപാട് ജില്ലയിൽ നിന്ന് അവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ഒരാളോട് ചോദിച്ചാൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വെള്ളാപ്പള്ളി ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം വെച്ചാലേ, എന്റെ തല പോണെങ്കിൽ അങ്ങ് പോട്ടെന്ന്. വെള്ളാപ്പള്ളി നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം പറഞ്ഞാലും നിങ്ങളെ തല പോകില്ല. കാരണം നിങ്ങളെപ്പോലെ ഒരു തല ഇവിടെ ആർക്ക് വേണം?